അങ്ങനെ ആ മാസത്തിന്റെ അവസാന ദിവസവും പെട്ടെന്ന് തന്നെ വന്നു. സുന്ദരിയും അവളുടെ അച്ഛനും ആ വനപ്രദേശത്ത് ചെന്നു. വളരെ രാത്രിയായപ്പോഴേക്കും അവർ രണ്ടുപേരും ആ വലിയ കൊട്ടാരത്തിലെത്തി. അവർ അകത്തേക്ക് കയറിയതും രണ്ടുപേർക്കും നല്ല ഭക്ഷണം മേശയിലുള്ളത് കണ്ടു. അവർ ഇരുന്നപ്പോൾ ഒരു ഭയങ്കര ശബ്ദം ഡോറിന്റെ അടുത്ത് കേട്ടു. അത് ആ രാക്ഷസനായിരുന്നു. ആ രാക്ഷസൻ സുന്ദരിന്റെ അച്ഛനെ തിരിഞ്ഞു ചോദിച്ചു, ഈ മകളിന് വേണ്ടിയാണോ വെള്ളപ്പൂക്കളെ പറിച്ചിട്ട് പോയത്? അതെ. അച്ഛൻ പറഞ്ഞു. അവൾ ഇതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. രാക്ഷസൻ പറഞ്ഞു. കൊട്ടാരത്തിലുള്ള എല്ലാം അവൾക്ക് തന്നെ. അവളുടെ മുറി റെഡിയായി. ശുഭരാത്രി. സുന്ദരി അവളുടെ മുറിയിൽ കയറിയതും അവൾ ഇതുവരെ അത്ര മനോഹരമായ മുറി കണ്ടിട്ടുണ്ടാവില്ല. അവൾ ക്ഷീണിതയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലത്തെ ഭക്ഷണം അച്ഛന്റെ കൂടെ കഴിച്ചതും സുന്ദരിയുടെ അച്ഛൻ വീട്ടിലേക്ക് മടങ്ങി. അവളുടെ അച്ഛൻ വീട്ടിലേക്ക് മടങ്ങിയതും സുന്ദരി അവളുടെ മുറിയിൽ ചെന്നു. അവൾ മുറിയിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു കണ്ണാടിയന്റെ അടുത്ത് സ്വർണ്ണ എഴുത്തുകൾ കൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. കുട്ടി സുന്ദരി, നിന്റെ കണ്ണുകൾ തുടച്ചോളൂ. ഈ കണ്ണുനീർ ആവശ്യമില്ലാത്തതാണ്. ഈ കണ്ണാടി വഴി നിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാം. ഈ വാക്കുകൾ സുന്ദരിന് ആശ്വാസമായി. അവൾക്ക് ഇവിടെ വളരെ കഷ്ടമാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് അവൾ ആഗ്രഹിച്ചു. സുന്ദരിന്റെ ദിവസങ്ങൾ വളരെ അധികമായി. അവൾക്ക് വേണ്ടി ആ രാക്ഷസൻ കുറെ കാര്യങ്ങൾ കൊടുത്തു. ചില സമയങ്ങളിൽ അവൾ വായിച്ചു, ചില സമയങ്ങളിൽ അവൾ പടങ്ങൾ വരച്ചു, ചില ദിവസങ്ങളിൽ പുറത്തുള്ള തോട്ടത്തിൽ കളിച്ചു, ചില ദിവസങ്ങളിൽ നല്ല ഭംഗിയുള്ള പൂക്കളെ ശേഖരിച്ചു. ദിവസേന വൈകുന്നേരം ആ ഒരേ ശബ്ദം കേൾക്കും. പിന്നെ ആ വലിയ ഭയങ്കര ശബ്ദം ചോദിക്കും, ഞാൻ അകത്ത് വരട്ടെ? സുന്ദരി വളരെ പേടിയോടെ മറുപടി പറഞ്ഞു, ശരി രാക്ഷസ. രണ്ടുപേരും സംസാരിച്ചു. രാക്ഷസന്റെ ശബ്ദവും നോക്കും അവൾക്ക് പേടിയുണ്ടായി. പക്ഷേ അവന്റെ വാക്കുകൾ വളരെ ദയവുള്ളത് കൊണ്ട് അവൾക്കുണ്ടായ പേടി കുറച്ചു കുറച്ചായിട്ട് മാറി. ഞാൻ കാണാൻ വികൃതമായിട്ടുണ്ടോ സുന്ദരി? ഒരു വൈകുന്നേരം രാക്ഷസൻ ചോദിച്ചു. അതെ രാക്ഷസ. ഞാൻ മണ്ടനാണോ സുന്ദരി? ഇല്ല, നീ മണ്ടനല്ല. എന്നെ ഇഷ്ടമാണോ സുന്ദരി? അതെ, നിന്റെ ദയവുള്ള വാക്കുകൾ കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കല്യാണം കഴിക്കുമോ സുന്ദരി? ഇല്ല, പറ്റില്ല രാക്ഷസ. സുന്ദരി അങ്ങനെ പറഞ്ഞതുകൊണ്ട് രാക്ഷസന് വളരെ സങ്കടം വന്നു. ഞാൻ എങ്ങനെ ഒരു രാക്ഷസനെ കല്യാണം കഴിക്കും? അവളുടെ ഉള്ളിൽ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ കണ്ണാടിയെ നോക്കി, എന്റെ പ്രിയപ്പെട്ട അച്ഛൻ എങ്ങനെയുണ്ട് എന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ പറഞ്ഞ് ആ ഭംഗിയുള്ള കണ്ണാടിയെ അവൾ നോക്കിയപ്പോൾ ദുഃഖത്തോടെയുള്ള ഒരു ചിത്രം കണ്ടു. അച്ഛൻ സുഖമില്ലാണ്ട് കിടക്കുകയായിരുന്നു. അച്ഛനെ നോക്കാൻ ആരുമില്ല. അച്ഛന്റെ കഷ്ടത്തെയും ഏകാന്തതയെയും വിചാരിച്ച് നാൾ മുഴുവനും കരഞ്ഞു. ദിവസേന രാക്ഷസൻ വരുമ്പോൾ അവൾ വളരെ വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ടു. എന്താണ് കാര്യം സുന്ദരി? അവൻ ചോദിച്ചു. സുന്ദരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അവളുടെ വീട്ടിൽ പോകാൻ യാചിച്ചു. നീ പോയാൽ എന്റെ ഹൃദയം തകർന്നു പോകും സുന്ദരി. രാക്ഷസൻ പറഞ്ഞു. നീ കരയുന്നത് എനിക്ക് കാണാൻ കഴിയൂല. പിന്നെ രാക്ഷസൻ പറഞ്ഞു, നാളെ നീ വീട്ടിൽ പോകാം. നന്ദി രാക്ഷസ. സുന്ദരി പറഞ്ഞു. പക്ഷേ ഞാൻ നിന്റെ ഹൃദയം തകർക്കില്ല. ഒരാഴ്ചനുള്ളിൽ ഞാൻ തിരിച്ചു വരും. രാക്ഷസൻ വളരെ സംശയത്തോടെ നോക്കി. അവൻ അവളെ ജീവിതം മുഴുവനും നഷ്ടപ്പെടുമെന്ന് പേടിച്ചു. ഈ മോതിരത്തെ എടുത്തോ. ദുഃഖത്തോടെ പറഞ്ഞു. നീ തിരിച്ചു വരണമെന്ന് വിചാരിച്ചാൽ
ഇത് നിന്റെ മേശയിൽ വെച്ചിട്ട് ഉറങ്ങാൻ പോ. ഇപ്പോൾ ഗുഡ് ബൈ എന്റെ സുന്ദരി. ആ രാത്രി അവൾ കണ്ണാടിയിൽ നോക്കി കാലത്തെ എണീക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് അവൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. സുന്ദരി ആഗ്രഹിച്ചത് നടന്നു. അവൾ എണീച്ചപ്പോൾ അച്ഛൻ്റെ അടുത്ത് ആണ് എന്ന് തിരിച്ചറിഞ്ഞു. അവളുടെ അച്ഛൻ അവളെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ സുഖമാകാനും തുടങ്ങി. സുന്ദരിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിശ്വസിക്കാനേ ആയില്ല. അച്ഛൻ സുഖമായി വന്നാലും അവളുടെ 2 സഹോദരിമാരുടെ അടുത്തും വീട്ടിൽ തനിച്ച് വിടാൻ തന്നെ തോന്നിയില്ല. ഞാൻ ഒരാഴ്ചയും കൂടി നിൽക്കണം, സുന്ദരി പറഞ്ഞു. അവളുടെ അച്ഛൻ ഈ വാർത്ത കേട്ടതും സന്തോഷത്തോടെ ചിരിച്ചു. 2 ദിവസം കഴിഞ്ഞതും സുന്ദരിന് ഒരു സ്വപ്നം വന്നു. ആ സ്വപ്നത്തിൽ കൊട്ടാരത്തിന്റെ അടുത്തുള്ള വെള്ള റോസാപ്പൂത്തോട്ടത്തിൽ അടുത്ത് ആ വലിയ രാക്ഷസൻ കിടക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ഓ സുന്ദരി, നീ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. നീ ഇല്ലാതെ ഞാൻ മരിക്കും. ആ സ്വപ്നം സുന്ദരിനെ എണീപ്പിച്ചു. അവൾക്ക് ആ രാക്ഷസനെ വിചാരിച്ച് പാവം തോന്നി. അവൾ ചാടി എണീച്ച് മാജിക് മോതിരത്തെ ടേബിളിൽ വെച്ച് പിന്നെ അവൾ ആഴ്ന്ന ഉറക്കത്തിൽ പോയി. അവൾ പിറ്റേന്ന് ഉറങ്ങി എണീച്ചപ്പോൾ അവൾ രാക്ഷസന്റെ കൊട്ടാരത്തിൽ ഉണ്ടായി. സുന്ദരിനെ അറിയാം വൈകുന്നേരം വരെ അവളെ കാണാനേ വന്നില്ല എന്ന്. ആ ദിവസം കഴിയേയില്ല എന്ന് അവൾ വിചാരിച്ചു. പിന്നെ കഴിക്കണ നേരവും വന്നു. രാക്ഷസൻ വന്നേയില്ല. പാവം സുന്ദരിന് വളരെ വിഷമം വന്നു. ഉടനെ അവൾക്കൊരു ആലോചന വന്നു. ആ സ്വപ്നം ശരിയാണെങ്കിൽ എന്തു ചെയ്യും? ആ റോസ് ബുഷിൽ കിടന്നുകൊണ്ടിരുന്നാൽ എന്തു ചെയ്യും എന്നവൾ പേടിച്ചു. സുന്ദരി ആ ഇരുട്ടിൽ കൊട്ടാരത്തിന്റെ തോട്ടം കടന്ന് രാക്ഷസനെ നോക്കി റോസാപ്പൂ കൂട്ടത്തിലേക്ക് പോയി. അവിടെ ആ റോസാപ്പൂവിന്റെ അടിയിൽ നനഞ്ഞ പുല്ലിൽ രാക്ഷസനെ അവൾ കണ്ടു. അവൾ അവന്റെ അടുത്ത് പുല്ലിലിരുന്ന് അവളുടെ കൈ അവന്റെ തലയിൽ വെച്ചു. അപ്പോൾ തന്നെ രാക്ഷസന്റെ കണ്ണുകൾ തുറന്നു. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല സുന്ദരി, അവൻ പറഞ്ഞു. അതുകൊണ്ട് മരിക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെയും ഞാൻ നിന്റെ മുഖം കണ്ടു. ഇനി സന്തോഷത്തോടെ മരിക്കും. ഓ രാക്ഷസ, നീ മരിക്കുന്നത് എനിക്ക് കാണാനാവില്ല, സുന്ദരി പറഞ്ഞു. നീ ജീവിക്കണം, ഞാൻ നിന്നെ കല്യാണം കഴിക്കാം. ശരിക്കും നിനക്ക് വളരെ നല്ല മനസ്സാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സുന്ദരി ഈ വാക്കുകൾ പറഞ്ഞ് അവളുടെ കൈ കൊണ്ട് മുഖം മറച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ അവൾ അവനെ നോക്കിയപ്പോൾ ആ രാക്ഷസനെ കാണാനില്ല. പക്ഷേ അവൾ നോക്കിയപ്പോൾ ഭംഗിയുള്ള ഒരു രാജകുമാരൻ ഉണ്ടായി. അവനെ വിടുവിച്ചതിന് അവളോട് നന്ദി പറഞ്ഞു. എന്താ ഇങ്ങനെ പറയുന്നത്? സുന്ദരി അതിശയത്തോടെ ചോദിച്ചു. ഓ, എനിക്ക് എന്റെ രാക്ഷസനെ മതി, വേറെ ആരെയും വേണ്ട. പിന്നെ രാജകുമാരൻ വിസ്തരിച്ചു. ഒരു ദുഷ്ടദേവത എനിക്ക് ഒരു ശാപം തന്നു. എന്നെ രാക്ഷസനാക്കി, വികൃതനാക്കി, മണ്ടനുമാക്കി. അവൻ അവളോടും പറഞ്ഞു. ഒരു ഭംഗിയുള്ള പെൺകുട്ടി എന്നെ വിവാഹം കഴിക്കാൻ മുൻവരുന്നോ, അപ്പോഴെന്റെ ശാപം തീരും. നീയാണ് ആ സുന്ദരിയായ പെൺ. സുന്ദരി കുമാരന്റെ അടുത്ത് ചെന്നു. പിന്നെ രാജകുമാരൻ സുന്ദരിയെ ചുംബിച്ച് അങ്ങനെ അവർ കൊട്ടാരത്തിലേക്ക് മടങ്ങി. പെട്ടെന്ന് നല്ല ദേവത പ്രത്യക്ഷപ്പെട്ടു. സുന്ദരിയുടെ അച്ഛനെയും കൊണ്ടുവന്നു. സുന്ദരി രാജകുമാരനെയും കല്യാണം കഴിച്ചു. അവർ അച്ഛനെയുമായിട്ട് സന്തോഷമായി ജീവിച്ചു.